ഹേ എവറിബഡി, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പാഴുതടിയിൽ നിന്നും എങ്ങനെ ഒരു നെയിം ബോർഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഒരു പ്ലാവിൻ്റെ തടിയാണ്, വിറകിനായിട്ട് എടുത്തുകൊണ്ട് വന്ന തടിയാണ്. അപ്പോൾ അതിനെ നമുക്കൊരു നെയിം ബോർഡ് ആക്കി മാറ്റാം. അതിനായിട്ട് നല്ലൊരു പീസ് നോക്കി തിരഞ്ഞെടുക്കുക. നല്ലൊരു ഭാഗം, അതായത് കാതൽ ഏറ്റവും കൂടുതലുള്ളൊരു ഭാഗം നോക്കി തിരഞ്ഞെടുക്കണം. അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. പ്ലാവിൻ്റെയൊക്കെ തടിയാണെങ്കിൽ മാക്സിമം കട്ടർ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഉളിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കടന്നു പോകാൻ, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം മാക്സിമം കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഉദ്ദേശിച്ച ആ രീതി ഒന്നുകൂടെ ഒന്ന് കടുപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം അവിടവും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെയിം ബോർഡ് ഉണ്ടാക്കാൻ പഠിച്ചില്ലെങ്കിലും ഒരു തടി എങ്ങനെ നന്നായിട്ട് പോളിഷ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കും. കട്ട് ചെയ്യുമ്പോൾ മാക്സിമം കാതലുള്ള ഭാഗം തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് കുറച്ച് നാളല്ലെങ്കിൽ കഴിയുമ്പം വെള്ളയുള്ള ഭാഗങ്ങളെല്ലാം പോകുന്നതാണ്. അതുകൊണ്ടാണ്. അതിനുശേഷം നമുക്ക് കട്ടിംഗ് വീൽ കൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഉരുട്ടി കൊടുക്കുന്ന രീതിയിലാക്കിയെടുക്കാം. നമ്മുടെ സാൻഡർ കൊണ്ട് എടുത്താലും മതി, ഞാനിവിടെ കട്ടിംഗ് വീൽ കൊണ്ട് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സൈഡെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ സാൻഡറയിലേക്ക് നമുക്ക് ആ സാൻഡിങ്ങിൻ്റെ വീല് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 60-ൻ്റെ പേപ്പറിലാണ് തുടങ്ങുന്നത്. അത്യാവശ്യം റഫായ സർഫസ് ആയതുകൊണ്ടാണ് 60-ൻ്റെ പേപ്പറിൽ തുടങ്ങുന്നത്. 60-ൻ്റെ പേപ്പർ നമുക്ക് അതിലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം 60-ൻ്റെ പേപ്പറിട്ട് നന്നായിട്ട് എല്ലാ സൈഡും സാൻഡ് ചെയ്യേണ്ടതുണ്ട്. 60 കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം ഫിനിഷിങ്ങോട് കൂടി തന്നെ വരുന്നത്. ആ റഫായിട്ടുള്ള സർഫസ് എല്ലാം ഒരുമാതിരി തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തടിയുടെ തനതായ ഒരു രൂപത്തിലോട്ട് വന്നിട്ടുണ്ട്. തടിയുടെ ആ രേഖയൊക്കെ കാണാവുന്ന രീതിയിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു അത് സ്റ്റെയിനറൊന്നും കൊടുത്ത് അതിൻ്റെ കളർ മാറ്റുന്നില്ല. ഒറിജിനൽ എങ്ങനെയാണ് തടി അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം നമ്മൾ 80-ൻ്റെ സാൻഡിങ് പേപ്പർ കൊണ്ട് നന്നായിട്ട് സാൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്തിരുന്ന സൈഡ് നന്നായിട്ട് ഏതൊക്കെ സാൻഡിങ് പേപ്പർ യൂസ് ചെയ്യുന്നോ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ സൈഡും നന്നായിട്ട് സാൻഡ് ചെയ്തെടുക്കണം. എല്ലാ സൈഡും എല്ലാ പേപ്പർ കൊണ്ടും ക്ലിയർ ആയിട്ട് സാൻഡ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. എൺപതിൻ്റെ പേപ്പറിന് സാൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എടുക്കുന്ന 120-ൻ്റെ പേപ്പറാണ്. നേരത്തെ തുടർന്ന പോലെ തന്നെ നമ്മൾ 120-ൻ്റെ പേപ്പർ ഇട്ടും കട്ട് ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ സാൻഡിങ് വീൽ കൊണ്ട് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്ക് ചുളിവ് പോരാത്ത, അതായത് ഇടയ്ക്ക് നമ്മൾ കൈ അമർത്തി കുഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ സൈഡും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. സൈഡും എല്ലാം മറന്നു പോകാതെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നൂറ്റി 120-ൻ്റെ സാൻഡിങ് ഫിനിഷ് ചെയ്തപ്പോൾ ഏകദേശം ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം രേഖകളൊക്കെ കാണാം. നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ 150 ഇട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി മുന്നോട്ടും വേണം നമുക്ക് കട്ട് ചെയ്ത് പോകാം. ഞാനിവിടെ ഫൈനലായിട്ട് 150 നിർത്തുവാണ്. കുറച്ചുകൂടെ ഫിനിഷിങ് ഇനിയും വേണമെന്നുള്ളവർക്ക് വീണ്ടും കൂടിയ പേപ്പറിട്ട് വീണ്ടും കട്ട് ചെയ്ത് പോകാം. 150-ൻ്റെ പേപ്പറിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി കട്ട് ചെയ്ത് ഞാനിവിടെ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പം എല്ലാ സൈഡും ഒരുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് തടി പോളിഷ് ചെയ്യേണ്ട ആദ്യ ഘട്ടത്തിലോട്ടാണ് ഈ പോകുന്നത്. സാൻഡിങ് സീലറാണ് മേടിച്ചിരിക്കുന്നത്. സാൻഡിങ് സീലറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് 1/2 ലിറ്ററായിട്ടേ കിട്ടത്തുള്ളൂ. ഇത്രയും കുഞ്ഞ് ഒരു തടിക്ക് വേണ്ടി നമ്മൾ 1/2 ലിറ്റർ മേടിച്ചു. അപ്പം 1/2 ലിറ്റർ സാൻഡിങ് സീലറായിട്ടേ കിട്ടത്തുള്ളതാണ്. സാൻഡിങ് സീലർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ശകലം നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ 58-ൻ്റെ തിന്നറാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു തിന്നർ യൂസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ 58-ൻ്റെ തിന്നർ വെച്ച് ശകലം ലൂസ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സാൻഡിങ് സീലർ പോലുള്ളവ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കി നോക്കുക. ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര പണച്ചെലവ് വരും. കാരണം എനിക്കിത് ഉണ്ടാക്കാൻ തന്നെ ഒരു 600 രൂപയുടെ ചിലവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 1.5 അടിയുടെ ഒരു തടി പോളിഷ് ചെയ്യാൻ വേണ്ടി മാത്രം. എൻ്റെ കയ്യിൽ ഒരു സാധനവും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ടത്. സാൻഡിങ് സീലർ വേസ്റ്റ് തുണി മുക്കിയതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് എല്ലായിടവും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ 320-ൻ്റെ വാട്ടർ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു 200-ന് മേളിലുള്ളൊരു നല്ലൊരു വാട്ടർ പേപ്പർ യൂസ് ചെയ്താൽ മതി. അല്ല കയ്യിലിരിക്കുന്ന ഏതെങ്കിലും
ഉള്ളത് വെച്ച് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മളത് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. സാൻഡിങ് സീലർ ഇട്ടിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം ഉരച്ചു കൊടുക്കാൻ. അപ്പം നന്നായിട്ട് ഉരയ്ക്കുമ്പോൾ ഒരു പൗഡർ പോലെ പൊടിയായിട്ട് ഇത് വരുന്ന കാണാം. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. സാൻഡിങ് സീലർ എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും അടിക്കണം. കാരണം സാൻഡിങ് സീലർ ഒരു പ്രൈമറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ തടിയുടെ അതൊക്കെ അടച്ച് നല്ല ക്ലീൻ ആയിട്ട് നല്ല സോഫ്റ്റ് സർഫസ് ആക്കി മാറ്റും. നമ്മളിവിടെ 2-3 കോട്ട് സാൻഡിങ് സീലർ അപ്ലൈ ചെയ്ത് വീണ്ടും കട്ടിംഗ് പേപ്പർ ഉപയോഗിച്ച്, അതായത് 300 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വാട്ടർ പേപ്പർ കയ്യിലുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ കട്ടാണ്. ഇപ്പം പൗഡർ പോലെയൊക്കെ ഇളകി പോരുന്നത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു വേസ്റ്റ് കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മുടെ പേര് എഴുതുകയാണ്. നമ്മുടെ വീടിൻ്റെ പേരാണ് എഴുതുന്നത്. അപ്പം നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് എഴുതുന്ന രീതിയിലാണ് പേരെഴുതിയത്. അത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ പേടിച്ചാണ് എഴുതുന്നത്. കാരണം എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും മെനക്കേടാണ് തുടച്ചിട്ട് എഴുതുക എന്നുള്ളത്. അപ്പം അക്രിലിക് പെയിൻ്റാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ ഇനാമൽ പെയിൻ്റ് ഒന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. കയ്യിലിരുന്നൊരു ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് കൊണ്ടാണ് നമ്മൾ പേരെഴുതുന്നത്. മുഴുവൻ എഴുതുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം വീഡിയോയും ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വീഡിയോയിലോട്ടുള്ള ശ്രദ്ധ കാരണം ലെറ്റേഴ്സൊക്കെ തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ സാൻഡിങ് സീലർ അപ്ലൈ ചെയ്ത് അത്രയും ഉരച്ചെടുത്തുകൊണ്ട് തന്നെ തടിയൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അധികം മോശമായിട്ടില്ല തടി. ഹോൾസൊക്കെ അടഞ്ഞു പോയി നല്ല ക്ലീൻ ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് സ്ലീക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിലോട്ടാണ് സ്ലീക്ക് അടിക്കേണ്ടത്. നമ്മൾ ഡയറക്റ്റായിട്ട് സീലർ അടിക്കാതെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീക്ക് പതുക്കെ തടി വലിച്ചെടുക്കുകയും കുറച്ചാൾ കഴിയുമ്പോൾ ആ സ്ലീക്ക് അടിച്ചതിൻ്റെ ഉപകാരം ഇല്ലാതാവും. അപ്പോൾ നമ്മളിവിടെ സ്ലീക്ക് മേടിച്ചിട്ടുണ്ട്. സ്ലീക്ക് കുറച്ചെടുത്തതിന് ശേഷം ശകലം നേരത്തെ ഉപയോഗിച്ച തിന്നർ തന്നെ 58 തിന്നർ തന്നെ ആയിട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ലൊരു ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ വളരെ മോശം ബ്രഷാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷിൻ്റെ പാട്, നമ്മൾ ഈ ചെയ്ത കഷ്ടപ്പാട് അല്ലെ ഇത്ര ഉരച്ച കഷ്ടപ്പാട് നമുക്ക് വെറുതെ ആകും. കാരണം ബ്രഷിൻ്റെ പാട് അതുപോലെ കിടക്കും. അതുകൊണ്ട് നല്ലൊരു ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. എല്ലാ സൈഡും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഫിറ്റിംഗ് കൂടെ കാണാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഗ്ലാസ് ടീപ്പോയിഡൊക്കെ മുകളിൽ വരുന്ന ചില്ലൊക്കെ വെക്കുന്ന ഒരു ഭാഗമില്ല, അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 എണ്ണം മേടിച്ച് ഭിത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു നട്ട് ബോൾട്ട് പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ തടിയിൽ ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ചുമ്മാ നട്ട് മുറുക്കുന്ന അങ്ങ് മുറുക്കി കൊടുത്താൽ മതി, സെറ്റ് ആയിക്കോളും. അപ്പോൾ ആദ്യം ചങ്ങലയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അതിനെക്കാട്ടും എളുപ്പമായിട്ട് ഇങ്ങനെ തോന്നി, ഇങ്ങനെ അങ്ങ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു വാം ലൈറ്റൊക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും കാണാൻ, രാത്രിയിലൊക്കെ കാണാൻ. കണ്ടോ, ആ ഗ്യാപ്പിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പം ഓരോരുത്തരും അവനവൻ്റെ ഐഡിയ പോലെ ചെയ്യുക. സ്ലീക്കൊക്കെ അടിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല തിളങ്ങി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതിലുള്ള വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.